ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ ചായയും കടിയൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇന്ന് രാവിലെ നീക്കാൻ കുറച്ച് നേരം വൈകി, അതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. നേരം വൈകിയ സമയത്ത് വീഡിയോ എടുത്തും കൊണ്ട് നിന്നാൽ ചിലപ്പം പുതിയാപ്പിൾ കാക്കാക്ക് പണിക്ക് പോകാനാകുമ്പോഴേക്കിന് കടിയാവില്ല. അപ്പോൾ മൂപ്പര് ഭദ്രം ഉണ്ടാക്കി തെറ്റി പോകും. ചിലപ്പം ഫോൺ തന്നെ കാണൂല, നേരം പൊളിക്കുമ്പോഴൊക്കെ തന്നെ കയറ്റിലേക്കാരം. അങ്ങനെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി മൂപ്പരെ പണിക്കൊക്കെ പറഞ്ഞേച്ചപ്പം ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂൾക്ക് പോകാനാകുമ്പോഴേക്കിന് ചോറുണ്ടാക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുകയും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റും കൂടെ ചെയ്യുകൊണ്ട്. അങ്ങനെ നമ്മൾ ചോറിനുള്ള വെള്ളം നമ്മൾ അടുപ്പത്ത് വെച്ച് കൊടുത്തേക്കണ്. ഇനി വെള്ളം തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഉപ്പേരി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് ബീൻസാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തേക്കണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പം അരിഞ്ഞു വെച്ച ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിക്കണ്. അപ്പോൾ കഴുകിയെടുത്ത അരി കൂടി ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ടിട്ട് അവിടെ കുറച്ച് പാത്രം കേൾക്കാണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കി വെച്ചപ്പോൾ കൊണ്ട് നമ്മളെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വെന്ത ഉപ്പേരി നമ്മൾ മറ്റൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ചട്ടി തന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് കൊടുത്തേക്കാണ്. കുറച്ച് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ച് കൊടുത്തു. അപ്പം ഇന്ന് റിജുവിന് സ്നാക്സ് കൊണ്ടുപോകാൻ നൂഡിൽസ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാക്കറ്റ് നൂഡിൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പച്ചക്കറി ഒന്നും ഇടണില്ല കേട്ടോ. ഇതങ്ങനെ വെള്ളത്തിൽ അങ്ങനെ വറ്റിച്ചെടുക്കുകയാണ്. അതിൽ മസാലപ്പൊടി ഇട്ടിട്ട് അങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണേ. അങ്ങനെ നമ്മൾ നൂഡിൽസും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ അടുത്ത പരിപാടി ഇതുപോലെ ലഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് റിജുവിനുള്ള നൂഡിൽസ് പാത്രത്തിലിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് സോബിക്കും ചോറ് വേണ്ട, നൂഡിൽസ് കണ്ടപ്പോൾ ഓർക്കും ലഞ്ചിന് നൂഡിൽസ് തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കും നൂഡിൽസ് തന്നെ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റിജുവിനൊന്ന് ഒരുക്കിയെടുക്കണം. അപ്പോൾ ഓനതാ രാവിലെ തന്നെ നീച്ച് പല്ലേക്കൽ കഴിഞ്ഞ് ചാട് കഴിഞ്ഞ് ഇപ്പോൾ ഓനെ കുളിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഓനെന്താ പറയണ അറിയാം, മുടി ഇന്ന് ഉമ്മച്ചി വാരുന്നവരണ്ട, ഞാൻ സ്വന്തം വാർന്നുകൊണ്ട് എന്നാണ് പറയണത് കേട്ടോ. അങ്ങനെ അതാ ഓനെ മുടിയൊക്കെ അത് ഒറ്റക്ക് വാരണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സോബി മദ്രസൊക്കെ വിട്ട് വന്ന് ചായയൊക്കെ കുടിച്ചത് യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ സ്കൂൾക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ മക്കളെല്ലാവരും പറഞ്ഞയച്ചപ്പോൾ നമ്മൾ വീണ്ടും അടുക്കളയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് ഇത് അവിടെ വന്ന് കിട്ടിക്കണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കട്ടെ. അങ്ങനെ അത് നമ്മളെ ചോറൂറ്റലൊക്കെ അവിടെ മുഴുവൻ അയക്കണ്. ഇനിയിപ്പം ഇന്ന് കറി ഉണ്ടാക്കുന്നത് ചിക്കനാണ്. അപ്പോൾ അതിനിതാ നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ച് കൊടുത്തേക്കണ്. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ വല്യുള്ളി ഇട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ വല്യുള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഇട്ടെടുത്തൊന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. 5 മിനിറ്റ് അടച്ചു കൊടുത്താൽ തന്നെ നമുക്ക് വാടി കിട്ടും. അങ്ങനത്തെ നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരഞ്ഞു വെച്ച തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനിയിപ്പോൾ നമുക്ക് അധികമുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയും മുളകും മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിനു, അതിനനുസരിച്ച് വേണം കേട്ടോ പിന്നെ ഉപ്പിട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. എന്നിട്ട് ഇതാ നമ്മൾ കഴുകി വെച്ച ചിക്കനും കൂടെ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അങ്ങനെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തേക്കണ്. ഞാൻ അതാകണ സമയം കൊണ്ട് അതൊക്കെ ഒന്ന് അടിച്ചു വരിക്കട്ടെ. അങ്ങനെ നമ്മൾ അകടിച്ചോറിലെ കഴിഞ്ഞപ്പോക്കിന് നമ്മളെ കുക്കർ വിസിൽ വന്നിട്ടുണ്ട്. ഇനി അതവിടെ ഓഫാക്കി മാറ്റി വെക്കട്ടെ. ഇനിയിപ്പോൾ അകത്തു കൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഷോക്കേസിലുള്ള പൊടികളൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. ഇത് ആകെ പൊടി പാറി കിടക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. അങ്ങനത്തെ ക്ലീൻ ചെയ്തപ്പോൾ സാധനങ്ങളൊക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി അകത്തു കൂടെ ഒക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ. അങ്ങനത്തെ നമ്മൾ തുടക്കലും തിരുമ്പിക്കൂളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെന്താ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ പപ്പടം കൂടെ പൊരിച്ചിരുന്നു കേട്ടോ. പിന്നെ ബീൻസ് ഉപ്പേരിയും ചിക്കൻ കറിയാണ് ഇപ്പോൾ ഇന്നത്തത്. അങ്ങനത്തെ നമ്മൾ ഫുഡ് കഴിച്ചപ്പോൾ ഇനി സ്കൂളിൽ വരുമ്പോഴേക്കിന് കുട്ടികൾക്ക് കമ്പും വീങ്ങാന്നാക്കി ഇരുത്തിയിരിക്കുന്നത്. അപ്പം കമ്പത്തിൻ്റെ കുപ്പായങ്ങളൊക്കെ ഒന്നുകൊണ്ട് ഊരിക്കട്ടെ. അങ്ങനത്തെ നമ്മൾ കമ്പത്തിൻ്റെ കുപ്പായങ്ങളൊക്കെ എല്ലാത്തിൻ്റെതും ഊരിയെടുത്തേക്കണ്. ഇനി ഓരോന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അങ്ങനത്തെ നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളവും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ അതാ നമ്മളെ കമ്പും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാർത്തെടുക്കട്ടെ. അപ്പോൾ അതവിടെ വാർത്ത് വെച്ചപ്പോക്കും ദാ നമ്മളെ റിജുട്ടന് സ്കൂളിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യ് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.